പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 78-ാമത്തെ തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, 78-79 തിരുവചനത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്കിപ്രകാരം കാണുവാൻ സാധിക്കും. 78-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശുവാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കുവാനും വേണ്ടിയാണ്. കർത്താവ് ഈശോ മിശിഹായുടെ ജനനവുമായി ബന്ധപ്പെട്ട് സക്കറിയായുടെ പ്രവചന ഗീതത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമാണ്: ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശുവാൻ. ഇരുളിൽ എന്ന് പറഞ്ഞാൽ പാപകരമായ പാപത്തിന് അടിമപ്പെട്ട് ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ദൂരെയായി ജീവിക്കുന്ന, അന്ധകാരത്തിൽ കഴിയുന്ന, പ്രകാശം തന്നെയാകുന്ന സത്യദൈവത്തെ അറിയാതെ അന്ധകാരത്തിലൂടെ നയിക്കുന്ന മക്കളെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്: ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും പാപകരമായ ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്: അവർ മരണത്തിൻ്റെ നിഴലിലാണ്. ഏതൊരു മനുഷ്യനും മരണത്തിൻ്റെ നിഴലിൽ ജീവിക്കുന്നവരാണ്. ഏത് സമയത്ത് വേണമെങ്കിലും മരണം നമ്മെ മാടി വിളിക്കാം. എത്ര ഉന്നതനായ വ്യക്തിയായിക്കോട്ടെ, എത്ര താഴ്ന്ന അവസ്ഥയുള്ള വ്യക്തിയായിക്കോട്ടെ, ഏത് സമയത്ത് വേണമെങ്കിലും മരണം നമ്മെ സ്വീകരിക്കാം. മരണത്തിൻ്റെ മുമ്പിൽ നമ്മൾ തലകുനിച്ച് പറ്റും. എന്നാൽ തുടർന്ന് വചനം പറയുകയാണ്: അങ്ങനെ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും കഴിയുന്നവർക്ക് പ്രകാശം വീശുവാനും. പ്രകാശം ആരാണ്? പ്രകാശം ദൈവമാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ ദൈവം പ്രകാശമാണെന്നും പ്രകാശമാകുന്ന ദൈവത്തിൽ അന്ധകാരമില്ല എന്നും വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പ്രകാശമാകുന്ന ദൈവം കടന്നു വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് സമാധാനം. സമാധാനം നഷ്ടപ്പെട്ട് കഴിയുന്ന മക്കൾക്ക് സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തത്. കാരണം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടാത്ത അമ്മേന്യരായിട്ടെ, മൊബാബിയരായിക്കോട്ടെ, ഫിലിസ്തീയരായിക്കോട്ടെ, ഏത് വിഭാഗത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ നോക്കിയാലും സമാധാനം നഷ്ടപ്പെട്ട് അന്ധകാരത്തിൽ ജീവിക്കുന്നവരാണ് ഇവരെന്നുള്ളതിന് യാതൊരു സംശയവുമില്ലായിരുന്നു. എന്നാൽ കർത്താവ് ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് വന്നത് അന്ധകാരത്തിൽ കഴിയുന്ന ഓരോ മക്കൾക്കും പ്രകാശം കൊടുക്കുവാനും അതോടൊപ്പം അവരുടെ ജീവിതത്തിലേക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് തിരുസഭയിലെ മക്കളെ, തിരുസഭയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കുന്ന സഹോദരങ്ങളെ, സമാധാനത്തിൻ്റെ മാർഗം നമുക്ക് നഷ്ടപ്പെട്ടു പോയോ? ദൈവ തിരുമുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. എനിക്ക് സമാധാനത്തിൻ്റെ കുറവ് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ
പരിശുദ്ധാത്മാവിൻ്റെ കുറവ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുക. അതുകൊണ്ടാണ് യെശയ്യായുടെ പുസ്തകത്തിൽ 59 അധ്യായത്തിൻ്റെ 8 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, സമാധാനത്തിൻ്റെ മാർഗം അവർക്ക് അജ്ഞാതമാണ്. അന്ധകാരത്തിൽ കഴിയുന്ന വചനം മനസ്സിലാക്കാതെ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്ന ഓരോ മക്കളെയും നോക്കിക്കൊണ്ട് പറയുകയാണ്, സമാധാനത്തിൻ്റെ മാർഗം അവർക്ക് അജ്ഞാതമാണ്. ഈ ലോകത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ കസേരയ്ക്ക് വേണ്ടിയും ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും ഈ ലോകത്ത് നഷ്ടപ്പെട്ട് നശിച്ചു പോകുന്ന സമ്പത്ത് കരസ്ഥമാക്കുവാനും വേണ്ടി മാത്സര്യവും ഭിന്നതയും വെറുപ്പും വിദ്വേഷവും തൂക്കിക്കൊണ്ട് ജീവിക്കുന്ന ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ്, സമാധാനത്തിൻ്റെ മാർഗം അവർക്ക് അജ്ഞാതമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ചെടിച്ചട്ടി കൊണ്ടും അതുകൊണ്ടും ഇതുകൊണ്ടുമെല്ലാം അടിച്ചൊതുക്കുന്ന വിഭാഗത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരൊന്നും സമാധാനമല്ല അവിടെ സ്ഥാപിക്കുന്നത്. ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും ഒരു രാജാക്കന്മാർക്കും ഒരു നേതാക്കന്മാർക്കും സമാധാനം തരുവാൻ സാധ്യമല്ല. സമാധാനം തരുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിലൂടെ, ദൈവമായ കർത്താവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് അവിടുന്ന് നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് ആ സമാധാനത്തിൻ്റെ മാർഗം നമ്മെ പഠിപ്പിക്കുന്നതും കാണിച്ചു തരുന്നതും. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, സമാധാനത്തിൻ്റെ മാർഗം പലപ്പോഴും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അജ്ഞാതമാണ്. ഇരുളിൽ കഴിഞ്ഞിരുന്ന ഞങ്ങൾ ഓരോരുത്തരും പ്രകാശത്തിലേക്ക് കടന്നു വരുവാനും സമാധാനത്തിൽ ജീവിക്കുവാനും വേണ്ടി സമാധാനദാതാവായ കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്ന് സമാധാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.